ക്രൈസ്തവ പുരോഹിതരിൽ ചിലരുടെ കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യവിരുദ്ധ ബന്ധങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വിമത വിഭാഗത്തിൽ ചിലർക്ക് തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് 2023 വത്തിക്കാന് നൽകിയ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പിന്റെ ഈ 2023 റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ജിജീഷ്, രാഗി, നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ചില വൈദികർക്കുള്ള ബന്ധങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം പരാതികൾ നൽകിയിരുന്നു. ആ പരാതികൾ ഒന്നുകൂടി ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ആൻഡ്രൂസ് താഴത്ത് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് നിലവിൽ പരാതി മുന്നോട്ട് പോയിരിക്കുന്നത്, അതെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വത്തിക്കാന് നൽകിയിരിക്കുന്ന, അന്നത്തെ മാർപ്പാപ്പയ്ക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ സഭാവിരുദ്ധമായ ചില സംഘടനകളുമായി, പ്രത്യേകിച്ച് തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുമായി വൈദികരിൽ പലർക്കും ബന്ധമുണ്ട്. സഭയ്ക്കകത്ത് നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ അല്ലെങ്കിൽ സഭയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അത് സഭയുമായി ബന്ധപ്പെട്ട, ചർച്ചുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്നാണ്. ഒപ്പം തന്നെ ഇതിന് ഘടകവിരുദ്ധമായ ചില സംഘടനകളും, അല്ലെങ്കിൽ സഭയുമായി ചേർന്ന് നിൽക്കാത്ത, ചർച്ചുമായി ചേർന്ന് നിൽക്കാത്ത എന്നാൽ അതിതീവ്ര സ്വഭാവമുള്ള ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ട്. ആ സംഘടനകളുമായി അടുപ്പം പുലർത്തുന്നു. ആ സംഘടനകളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും തന്നെ അടുപ്പം പുലർത്തുന്ന ആളുകളുണ്ട് വൈദികരിൽ ചിലരിൽ എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, സഭയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2023 ഈ ഒരു വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വത്തിക്കാന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഓരോ വിഷയങ്ങളും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതിലാണ് ഇത്ര കൃത്യമായി തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റു ചില സംഘടനകളുടെ ബന്ധങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുമായി എങ്ങനെയാണ് ചില വൈദികർ അടുപ്പമുണ്ടാക്കുന്നത് എന്ന കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ആ റിപ്പോർട്ടിന് ശേഷം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല, മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ആ സമയത്ത് സംസ്ഥാന പോലീസിനും സംസ്ഥാന DGPക്കും അടക്കമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പരാതികൾ ലഭിച്ചിരുന്നത്. എന്നാൽ അവിടെയും കൃത്യമായ അന്വേഷണമോ പരിശോധനകളോ ഒന്നും തന്നെ നടന്നില്ല. തുടർന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒപ്പം തന്നെ നേരത്തെ ആൻഡ്രൂസ് താഴത്തിന്റെ റിപ്പോർട്ടും എല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ ഒരു നിഗമനത്തിലെത്താൻ കഴിയും. വൈദികരിൽ ചിലരെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ കൃത്യമായി തന്നെ, അല്ലെങ്കിൽ അവരുടെ തണലിൽ മുന്നോട്ട് പോകുന്നു, അവരുടെ ചില ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. അത് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, ചില സ്ഥാപിത ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൂടിയാണ് അത്തരം പ്രവർത്തനങ്ങൾ എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം രാജ്യത്ത് നടന്നിട്ടുള്ള പല സമരങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞു കയറിയിരുന്നു. ആ സംഘടനകളുടെ വലിയൊരു സാന്നിധ്യം അതിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, കൊച്ചിയിൽ നടന്നിട്ടുള്ള സമരങ്ങളിലും ഇത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ, അർബൻ മാവോയിസ്റ്റുകളുടെ പങ്കാളിത്തം എല്ലാം തന്നെ വ്യക്തമായിരുന്നു. ഈ അർബൻ മാവോയിസ്റ്റുകളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചിയിൽ പല ഘട്ടങ്ങളിലായി നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി ജംഗ്ഷൻ, വഞ്ചി സ്ക്വയറിലെല്ലാം നിരവധി പരിപാടി പ്രതിഷേധങ്ങൾ എന്ന പേരിൽ, ഒപ്പം തന്നെ പ്രതിഷേധ കൂട്ടായ്മകൾ എന്ന പേരിലെല്ലാം തന്നെ ഈ അർബൻ മാവോയിസ്റ്റ് സംഘടനകൾ നടത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അർബൻ മാവോയിസ്റ്റുകൾ ഈ വിമതരിൽ ചില ആളുകളുമായി, അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആളുകളുമായി കൃത്യമായി തന്നെയുള്ള അടുപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പല സമരങ്ങളിലും നുഴഞ്ഞു കയറാനുള്ള അവസരങ്ങൾ ഉണ്ടായത് എന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത്. അത് സംബന്ധിച്ച് തന്നെയുള്ള വിശദമായ ഒരു പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത് എങ്കിൽ ഇവിടെ ആൻഡ്രൂസ് താഴത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി പ്രധാനമായും സഭയ്ക്ക് മുന്നിലെത്തുമ്പോൾ, സഭയുടെ ത്തിന് മുന്നിൽ വത്തിക്കാനിലേക്ക് നീങ്ങുമ്പോൾ അവിടെയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ അന്വേഷണത്തിനുള്ള സാധ്യതകളെല്ലാം തെളിയുകയും ചെയ്യുമ്പോൾ മുമ്പ് നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ട് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. അത് സഭയ്ക്കകത്തും വൈദികർക്കിടയിലും മറ്റു പുരോഹിത വൃന്ദത്തിലുമെല്ലാം തന്നെ അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കും ഒപ്പം തന്നെ സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കും എല്ലാം തന്നെ ഒരു വഴിയൊരുക്കുന്ന ഒരു ഘടകമായി മാറുകയും കൂടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട്
തന്നെ ഇതിലെല്ലാം വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് ചില വൈദികരുടെ കമ്മ്യൂണിസ്റ്റ് തീവ്ര ആശയക്കാരുടെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ബന്ധത്തിൽ വിശദമായ തന്നെയുള്ള അന്വേഷണം വേണം. അത്തരത്തിൽ പ്രവർത്തിച്ചത് ആരെല്ലാമാണ്, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് വരവുകൾ ഉണ്ടായിട്ടുണ്ടോ, ഫണ്ട് കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം രാജ്യവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം വാങ്ങുകയും അത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് നൽകുകയും ചെയ്തു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് സഭയ്ക്കകത്ത് നിന്ന് തന്നെയുള്ള ചില വിശ്വാസികൾ കൃത്യമായി ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ സമഗ്രമായ ഒരു അന്വേഷണം എന്ന ആവശ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ശരി ജിജീഷ്, ക്രൈസ്തവ പുരോഹിതരിൽ ചിലരുടെ മാവോയിസ്റ്റ് രാജ്യവിരോധ ബന്ധങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് വരികയാണ്. വിമത വിഭാഗത്തിൽ ചിലർക്ക് തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് തന്നെയാണ്. ഇദ്ദേഹം ഇത് സംബന്ധിച്ച് 2023 വത്തിക്കാൻ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടാണ് വീണ്ടും ചർച്ചയാകുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.